പ്രിയ സ്നേഹിതരെ, ആത്മീയ നിഷ്പക്ഷത എന്നൊരു നിലപാടിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്പിരിച്വൽ ന്യൂട്രാലിറ്റി എന്നൊരുപാട് പേർ അനുകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും സുരക്ഷിതമായൊരു മാർഗമാണത്. അപ്പോൾ നമ്മൾ ആരുടെയും അപ്രീതി ചോദിച്ച് വാങ്ങില്ല, ആരുടെയും ശത്രുതയ്ക്ക് കാരണവുമാകില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. സേഫായ ഈ നിലപാടിന് അല്പായുസാണെന്നേ. ഒരുവിൻ്റെ ജീവിതയാത്രയിൽ താൽക്കാലികമായി ഇടത്താവളം മാത്രമാണത്, എ ടെമ്പററി വേ സ്റ്റേഷൻ. ഒരിക്കലും അത് ശാശ്വതമായ ലക്ഷ്യസ്ഥാനമാണെന്ന് വിചാരിക്കരുത്. എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്നേ. ചിന്തിക്കാൻ, തീരുമാനമെടുക്കാൻ, നിശബ്ദത പാലിക്കുവാൻ, ശബ്ദിക്കാൻ, നിലപാടെടുക്കാനും. ക്രിസ്തുവിന് വേണ്ടിയതോ അവനെതിരെയോ നിലപാടെടുക്കാനുള്ള സമയമായിരിക്കുന്നു. ഒന്നില്ലെങ്കിൽ അവനെ വെറുക്കണം, അല്ലെങ്കിൽ വാഴ്ത്തണം. മധ്യവർത്തിയായി നിന്നുകൊണ്ട് ക്രിസ്തുവിനും ലോകത്തിനും ഇണങ്ങുന്ന ഒരു മാർഗം സ്വീകരിച്ച് അധിക ദൂരം മുന്നോട്ട് പോകാനാവില്ലെന്നേ. ഒരേ സമയത്ത് രണ്ട് വഞ്ചി കാലുകുത്താനാവില്ലെന്ന് പറഞ്ഞത് ക്രിസ്തു തന്നെയാണ്. ഓശാന ഞായറാഴ്ചയ്ക്കും ദുഃഖവെള്ളിക്കും ഇടയിൽ വെറും 5 ദിവസങ്ങൾ മാത്രമുള്ളൂവെന്ന് ഓർക്കണം. അതായത് അവൻ ഓശാന ഗീതങ്ങൾ പാടിയവർ തന്നെ ക്രൂശിക്കുമെന്ന് വിളിച്ചു പറയുവാൻ 5 ദിവസങ്ങൾ. ജെറുസലേം വഴിയിൽ വസ്ത്രം വിരിച്ച് കൈകളിൽ ഒലിവതൈകളുമായി ക്രിസ്തുവിനെ ആദരവോടെ എതിരേറ്റവർ തന്നെ നിഷ്കരണം അവൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റി മുൾക്കിരീടവും മരക്കുരിശും കൊടുത്ത് കാൽവരിയിലേക്ക് പിന്തള്ളുവാൻ 5 ദിവസങ്ങൾ മാത്രം എടുത്തുള്ളൂവെന്ന് നമ്മൾ ഇന്ന് അവനെ വാഴ്ത്തിപ്പാടുന്നുണ്ടാകും. അതേ നാവ് കൊണ്ട് അവനെ കെഴുത്തിപ്പാടുവാൻ അധിക ദിനങ്ങളൊന്നും വേണ്ട എന്നർത്ഥം. നിഷ്പക്ഷമായി സ്വസ്ഥമായി ജീവിതം തുടരാമെന്ന് വിചാരിക്കരുത്. നിശ്ചയമായി ഒരു നിലപാടെടുക്കേണ്ട സമയം വരും. We either receive him or reject him. No one can stay in the middle forever. ക്രിസ്തുവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ നമുക്ക് അധിക നേരം വെയിറ്റ് ചെയ്യാനാവില്ലെന്നേ. ഒന്നില്ലെങ്കിൽ അവനെ പ്രതികൂലിക്കണം, അല്ലെങ്കിൽ അനുകൂലിക്കണം. ആത്മീയമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാമെന്ന് വിചാരിക്കുന്നത് ഒരു തീരുമാനം തന്നെയാണ്. ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വേണ്ട എന്ന് തന്നെയാണ്. ടു സേ നോട്ട് നൗ ഈസ് റിയലി ടു സേ നോ. ആ ഓശാന ഞായറാഴ്ച ക്രിസ്തുവിന് ചുറ്റും ശിഷ്യന്മാർ ആർത്തു വിളിക്കുന്നുണ്ട്, കുട്ടികൾ ആടിപ്പാടുന്നുണ്ട്, ജനങ്ങൾ മുറവിളി കൂട്ടുന്നുണ്ട്. എന്നാൽ എല്ലാവരും തന്നെ അവനെ ഉപേക്ഷിക്കുവാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യയുണ്ട്. 2 തിരഞ്ഞെടുപ്പുകൾക്കുള്ള അവസരമേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ അവനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കാം. ഒരു മധ്യവർത്തിയായി എല്ലാ കാലത്തും തുടരാനാവില്ലെന്നേ. There are 2 choices and only 2, no middle stand. കാലം കലുഷിതമായിക്കൊണ്ടിരിക്കുക. ആത്മീയജീവിതത്തെ വെല്ലുവിളിക്കുന്ന സാഹചര്യങ്ങൾ പെരുകി വരിക. നമ്മുടെ വിശ്വാസം നിരക്കാത്ത കാര്യങ്ങൾ അനുവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ദുർനിമിത്തങ്ങൾ കൂടി വരിക. ഓശാന ഞായറാഴ്ച ഒരു ഓർമ്മപ്പെടുത്തില്ല. ക്രിസ്തുവിൻ്റെ പക്ഷത്തോ എതിർപക്ഷത്തോ നിൽക്കുവാൻ മനസ്സിനെ വൈകാതെ പാകപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ ഒരു ഭീരുവനെ പോലെ അവനെ ക്രൂശിക്കുമെന്ന് വിളിച്ചു പറയുന്നവരുടെ പക്ഷത്തേക്ക് കൂറുമാറാതിരിക്കാൻ ആത്മധൈര്യത്തിൻ്റെ കവചം തരണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ആമേൻ.